എപ്പോഴും. അപ്പോൾ നമ്മൾ ശരിക്കും ഇനീഷ്യലി ഒരു പുഷ് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് കാര്യങ്ങളായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുക? പെട്ടെന്ന് കസ്റ്റമേഴ്സ് നമുക്ക് വാക്ക് ഇൻ ആയിട്ട് വരാൻ വേണ്ടിയിട്ടോ? മാർക്കറ്റിംഗ് ഡെഫിനറ്റ്ലി വെരി സീരിയസ്ലി എടുക്കേണ്ട ഒരു കാര്യമാണ് മാർക്കറ്റിംഗ്. പക്ഷെ നമ്മൾ ഗ്രില്ലാക്സിനെ കുറിച്ച് പറയണമെങ്കിൽ മാർക്കറ്റിംഗ് ആസ്പെക്റ്റിൽ നമ്മൾ Calicut has actually taken our food for no reason. We haven't actually done അത്ര കൂടുതൽ മാർക്കറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ കാണുന്ന മറ്റൊരു ട്രെൻഡ് ഈ ഇനാഗുറേഷൻസിന് സെലിബ്രിറ്റീസിനെ കൊണ്ടുവരുന്നത്. എനിക്ക് തോന്നുന്നു ഹണി റോസ് പോകാത്ത ഇവന്റ്സ് ഉണ്ടാവില്ല. അത് പിന്നെ ഫീസിബിൾ ആവുമോ? അന്നത്തെ ഒരു ദിവസം കുറച്ച് ആളുകൾ കൂടും എന്നുള്ളതല്ലാതെ ഇപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഏത് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് എടുക്കുകയാണെങ്കിലും നോട്ട് ജസ്റ്റ് ഫോർ ദ റെസ്റ്റോറൻറ്റ്, ഫോർ എനി ബിസിനസ്, ഒരു മാർക്കറ്റിംഗ് ആസ്പെക്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് പ്ലാൻ, നമുക്കൊരു ബ്രാൻഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇല്ലാതെ നമ്മൾ ഇഫ് യു ബ്രിങ് സംബഡി, let's say if you're spending about 50 lakh or 1 crore rupees for a celebrity and who's actually coming to a restaurant, അതിൽ നമുക്ക് ഡെഫിനറ്റ്ലി ഒരു പുഷ് കിട്ടും, ഡെഫിനറ്റ്ലി കിട്ടും. ആ പുഷ് ക്യാൻ ബി വെരി ടെമ്പററി.